സത്യവാന്റെ ആത്മാവുമായി യമദേവൻ മുന്നോട്ടു പോകുമ്പോൾ സാവിത്രിയും പിന്നാലെ നടന്നു. യമൻ അവളോട് തിരികെ പോകാൻ ആവശ്യപ്പെട്ടു. എന്നാൽ സാവിത്രി മറുപടി പറഞ്ഞു. ധർമ്മത്തിൻ്റെ വഴിയിൽ നടക്കുന്ന മഹാത്മാക്കളോടൊപ്പം കുറച്ചു ദൂരം സഞ്ചരിക്കുന്നത് പോലും മഹത്തായ പുണ്യമാണ്. അവളുടെ വിനയവും ജ്ഞാനവും കണ്ട് യമൻ സന്തോഷിച്ചു. അദ്ദേഹം പറഞ്ഞു, സത്യവാന്റെ ജീവൻ ഒഴികെ ഒരു വരം ഞാൻ നൽകാം. സാവിത്രി ചോദിച്ചു. തൻ്റെ ഭർത്താവിൻ്റെ പിതാവിന് കാഴ്ചശക്തി തിരികെ ലഭിക്കണം. യമൻ ആ വരം നൽകി. സാവിത്രി വീണ്ടും യമദേവനെ പിന്തുടർന്നു. അവൾ വീണ്ടും ധർമ്മത്തെയും സത്സംഗത്തെയും കുറിച്ച് സംസാരിച്ചു. യമൻ കൂടുതൽ സന്തുഷ്ടനായി. വീണ്ടും ഒരു വരം ചോദിച്ചോളൂ. സാവിത്രി പറഞ്ഞു. എൻ്റെ ഭർത്തൃപിതാവിന് നഷ്ടപ്പെട്ട രാജ്യം തിരികെ ലഭിക്കണം. യമദേവൻ അതും അനുവദിച്ചു. സാവിത്രി മടങ്ങിയില്ല. അവൾ കരുണ, സത്യം, ധർമ്മം എന്നിവയെക്കുറിച്ച് യമദേവനോട് സംസാരിച്ചു. യമദേവൻ പറഞ്ഞു, നിന്റെ വാക്കുകൾ ജ്ഞാനപൂർണമാണ്. മറ്റൊരു വരം കൂടി ചോദിക്കും. സാവിത്രി സ്വന്തം പിതാവിനെ ഓർത്തു. അവൾ ചോദിച്ചു, എൻ്റെ പിതാവായ അശ്വപതി മഹാരാജാവിന് 100 പുത്രന്മാർ ലഭിക്കണം. യമദേവൻ അതും സമ്മതിച്ചു. സാവിത്രി വീണ്ടും യമദേവൻ്റെ പിന്നാലെ നടക്കുന്നത് കണ്ട് യമദേവൻ അത്ഭുതപ്പെട്ടു. അദ്ദേഹം വീണ്ടും ഒരു വരം ചോദിക്കാൻ അനുവദിച്ചു. സാവിത്രി വളരെ ബുദ്ധിപൂർവ്വം പറഞ്ഞു, എനിക്കും എൻ്റെ ഭർത്താവ് സത്യവാനും 100 പുത്രന്മാർ ജനിക്കണം. യമദേവൻ ഉടനെ തഥാസ്തു പറഞ്ഞു. പക്ഷേ കുറച്ചു ദൂരം പോയപ്പോൾ യമദേവന് ഒരു കാര്യം മനസ്സിലായി. സത്യവാൻ മരിച്ചിരിക്കുമ്പോൾ സാവിത്രിക്കും സത്യവാനും എങ്ങനെ പുത്രന്മാർ ജനിക്കും? താൻ നൽകിയ വരം സഫലമാകണമെങ്കിൽ സത്യവാൻ ജീവനോടെ ഇരിക്കണം. സാവിത്രിയുടെ അസാമാന്യമായ ബുദ്ധിയും പതിവ്രതശക്തിയും കണ്ട് യമദേവൻ പറഞ്ഞു, സാവിത്രി, നിന്റെ ഭക്തിയും ധർമ്മനിഷ്ഠയും എന്നെ അതീവ സന്തോഷിപ്പിച്ചു. ഞാൻ സത്യവാന്റെ ജീവൻ തിരികെ നൽകുന്നു. അങ്ങനെ സത്യവാൻ വീണ്ടും ജീവൻ പ്രാപിച്ചു. ഇരുവരും സന്തോഷത്തോടെ ആശ്രമത്തിലേക്ക് മടങ്ങി. അവിടെ ദ്യുമസ്നേനന്റെ കാഴ്ചശക്തി തിരികെ ലഭിച്ചിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് രാജ്യം തിരികെ ലഭിക്കുകയും ചെയ്തു. സത്യവാനും സാവിത്രിയും സന്തോഷത്തോടെ ജീവിക്കുകയും ധർമ്മത്തോടെ രാജ്യം ഭരിക്കുകയും ചെയ്തു.